അസ്സലാമു അലൈക്കും. തിരിച്ചറിവ് ഒരു യൂട്യൂബ് ചാനലിലേക്ക് മാറാണ്. ഇപ്പോൾ വന്നത് നമ്മുടെ രാജ്യത്ത് ഒരു സെൻസസ് നടക്കാൻ പോവാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8ാമത്തെ സെൻസസ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഈ സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1872 പിന്നെ അത് 1881 മുതൽ കൃത്യമായി ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടന്നിട്ടുണ്ട്. 2021 നടക്കേണ്ടത് കോവിഡും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയി. നമ്മൾ SIRന്റെ സമയത്ത് നമ്മൾ ഇതേ തിരിച്ചറിവിൽ തന്നെ നമ്മൾ ഈ വിവരം പങ്കുവച്ചിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരും, ഡിജിറ്റലായിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞത്, ആദ്യം നമ്മളുടെ അതായത് ഭരിക്കുന്ന അതാത് കാലത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ജനങ്ങളുടെ സർവ്വതോമുഖമായ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ഡീറ്റെയിൽ അറിയേണ്ടതുണ്ട്. എന്നാലാണ് ഭരണം എത്രത്തോളം മെച്ചപ്പെടുത്താം, ഏതൊക്കെ വിഭാഗത്തിന് സഹായം ആവശ്യമുണ്ട്, ഏതൊക്കെ ഏരിയകൾ, എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് സെൻസസിനുള്ളത്. ഉദാഹരണത്തിന് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സെൻസസ് നടക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ ജൂലൈ 1 മുതൽ നമ്മുടെ വീടിൻ്റെ കെട്ടിട നമ്പർ, കെട്ടിടത്തിൻ്റെ വീടിൻ്റെ വിസ്തീർണം, അല്ലെങ്കിൽ തറയിൽ എന്താണ്, പിന്നെ മേൽക്കൂരയിൽ എന്താണ്, പിന്നെ ഉപയോഗിക്കുന്നത് ഗ്യാസാണോ മണ്ണെണ്ണയാണോ വിറകാണോ, ബാറ്ററി, പിന്നെ വാഹനങ്ങൾ എത്ര ഉണ്ട്, മൊപ്പഡാണോ ബൈക്കാണോ, വീട്ടിൽ പിന്നെ കാറാണോ, അല്ലെങ്കിൽ മേൽക്കൂരയിൽ സോളാറാണോ, ഇങ്ങനെ എല്ലാ കുടിവെള്ളം ഉണ്ടോ, ശൗചാലയം ഉണ്ടോ, ആവശ്യത്തിന് കുളിമുറി ഉണ്ടോ, പിന്നെ വീടുകളിൽ വിവാഹം കഴിഞ്ഞവർ എത്ര ഉണ്ട്, വിധവകൾ എത്ര ഉണ്ട്, ഇങ്ങനെ എല്ലാവിധ ഡീറ്റെയിലും ആണ് ആദ്യം ശേഖരിക്കപ്പെടുക. പിന്നെ അടുത്ത 2027 ഫെബ്രുവരി മുതൽ ഈ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ജാതി, ലിംഗം, വർണ്ണം, അങ്ങനത്തെ കുറേ കാര്യത്തിലുള്ള സെൻസസ് ആണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ നമ്മൾ SIRന്റെ സമയത്ത് എന്യൂമറേറ്റർമാർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും നമ്മൾ ഓരോരുത്തരും ഭാഗവാക്ക് ആവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിലുള്ളവരോട് ഈ വിവരങ്ങൾ പറയണം. എന്യൂമറേറ്റർ വരുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും സത്യമായി പറയാന്ന് പറയില്ല നമ്മള്. അതുപോലെ കൃത്യമായ വിവരങ്ങൾ, എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് നമ്മൾ വിവരങ്ങൾ കൊടുത്താൽ ഇതിന്റെ കോൺസിക്വൻസസ് വളരെ പ്രയാസകരായിരിക്കും. ഉള്ള പോലെ പറയുക. രാജ്യം പിന്നെ വലിയൊരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്യൂമറേറ്റർമാർക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ ആപ്പും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറായിരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാം. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.